ഡിസൈൻ എന്ന വാക്ക് കേട്ടിട്ടുള്ളവർ വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ബയോഫിലിക് ഡിസൈൻ എന്നുള്ളത്. ആർക്കിടെക്ചറിൻ്റെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഇന്ന് പൊതുവെ ആർക്കിടെക്റ്റുകളെല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഇന്ന് ലോകത്ത് കൂടുതൽ ഇന്നോവേഷൻസും കൂടുതൽ പ്രാക്ടീസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ഈ ബയോഫിലിക് ഡിസൈൻ എന്ന് പറയുന്നത്. പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയുടെ ഡിസൈൻ എന്നൊക്കെയാണ് ഈ ബയോഫിലിക് ഡിസൈനെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ബയോഫിലിക് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇനിയുള്ള തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലും ഇനി അങ്ങോട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലും ഈ ബയോഫിലിക് ഡിസൈൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിവിൻ തോമസ്, ഗ്രീൻ ആഷിഡ് ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. അമേരിക്കൻ ബയോളജിസ്റ്റായ എഡ്വേർഡ് ഒ വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ബയോഫിലിക് ഡിസൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഈ ഹ്യൂമൻസിന് പൊതുവെ നാച്ചുറലായ എലമെൻസുമായിട്ടും അതുപോലെ തന്നെ ജീവനുള്ള മറ്റു വസ്തുക്കളോടും ഒക്കെ കൂടിച്ചേർന്നിരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം കൂടാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവൻ്റെ ഉള്ളിലുണ്ട്. അത് അവൻ്റെ മാനസികമായിട്ടുള്ള ഹെൽത്തിനും അതുപോലെ തന്നെ അവൻ്റെ വെൽബീയിങ്ങിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം ഇത് തന്നെയാണ് ഈ ബയോഫിലിക് ഡിസൈൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആർക്കിടെക്ചറിനെ സംബന്ധിക്കുന്നിടത്തോളം. അതായത് മനുഷ്യൻ്റെ പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലായ ഒബ്ജക്റ്റുകളുമായിട്ടുള്ള അവൻ്റെ കണക്ഷൻസ് കൂടുതൽ കൂട്ടുക, അതായത് പ്രകൃതിയിലോട്ട് കൂടുതൽ ചേർന്നിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അവനിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ബയോഫിലിക് ഡിസൈൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ പ്രകൃതിയുടെ എലമെൻറ്റുകളെ മാക്സിമം അതിൻ്റെ നാച്ചുറലായ അവസ്ഥയിൽ തന്നെ ആർക്കിടെക്ചറിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഈ ബയോഫിലിക് ഡിസൈൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബയോഫിലിക് ഡിസൈൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തെ കീ എലമെൻ്റ് എന്തൊക്കെയാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ രണ്ട് രീതിയിലാണ് ഇത്തരം ബയോഫിലിക് ഡിസൈൻ നമുക്കൊരു ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് നേച്ചർ എന്ന് പറയുന്ന ഒരു രീതി, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി. ഇതിൽ ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ രീതി തന്നെയാണ്. അപ്പോൾ അതിൽ വരിക ഒന്ന് നമ്മുടെ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുന്നതാണ്. അതായത് സൂര്യപ്രകാശം നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ സൂര്യപ്രകാശങ്ങൾ അതിൻ്റെ വിവിധങ്ങളായ പാറ്റേണുകൾ നമ്മളെ ബിൽഡിങ്ങിൽ അല്ലെ നമ്മുടെ ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഈ മരച്ചില്ലകളുടെയൊക്കെ ഇടയിൽ കൂടെ ഈ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ പല ബീമുകളൊക്കെ ആയിട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു വികാരമുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ഈ സൺലൈറ്റിനെ നമ്മൾ എങ്ങനെ മാക്സിമം കൃത്യമായി നമ്മുടെ ഡിസൈനിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു രീതിയാണ്. ഇനി ഇതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഘടകമാണ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ചെടികളുടെ നാച്ചുറലായിട്ടുള്ള നമ്മളുടെ പൂച്ചെടികളാവാം, ഇലച്ചെടികളാവാം, ഇൻഡോർ പ്ലാന്റ്സ് ആവാം തുടങ്ങിയവയുടെയൊക്കെ പ്രസൻസ്, അതായത് ഗ്രീനറിയുടെ പ്രസൻസ് ഒരു സ്പേസിൽ നമുക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അത് ചിലപ്പം ഇപ്പോൾ വെർട്ടിക്കൽ ഗ്രീൻ വാളുകളാവാം, അല്ലെങ്കിൽ ചിലപ്പം വേലി പടർപ്പുകൾ പോലെ നമ്മളിപ്പം പർഗോളയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മേളിൽ കൂടെ കയറ്റി വെച്ചിരിക്കുന്ന വള്ളിപ്പടർപ്പുകളാകാം. അതുപോലെ നമ്മൾ വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ലഷ് ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആവാം, മിയാവാക്കി ഫോറസ്റ്റ് പോലെ നമ്മളൊരു സൈഡിൽ ചെയ്തതാവാം. ഇങ്ങനെ പല ഗ്രീനറീനെ നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഘടകമാണ് വെള്ളം, ജലത്തിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ജലം ഒഴുകുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ഫിഷ് പോണ്ട് അതൊക്കെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം ജലത്തിൻ്റെ പ്രസൻസ് നിങ്ങൾ എങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അത് ചിലപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം ഫിഷ് പോൺസ് ആവാം, ഇനി അതിൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ആവാം, ഇനി അതല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം നമ്മുടെ റൂഫിൽ നിന്ന് വന്ന് വീഴുന്ന ഒരു പാറ്റേൺ ആവാം. അങ്ങനെ നമ്മൾ ജലത്തിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെ അതിനെ എങ്ങനെ ഒരു സ്പേസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. ഇനി
ഇതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് വായു, എയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എയർ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തെ എയറിനും ചില പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പം ഏർലി മോർണിംഗിൽ നമുക്ക് കിട്ടുന്ന ഒരു എയർ വളരെ ഗ്രീൻ സ്പേസിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു എയർ. ഇനി അതിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീശിയടിക്കുന്ന ഒരു കാറ്റിൽ വരുന്ന എയർ, ഇതിൻ്റെയൊക്കെ സ്മെല്ല് അല്ലെ ഇതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് വളരെ വലുതാണ്. അപ്പം ഇത് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും വളരെ വലുതാണ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഓരോ സീസൺസിലെയും എയറിൻ്റെ പ്രസൻസ് എങ്ങനെ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ മുല്ലപ്പൂവിൻ്റെ വാസന ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. കാരണം നമ്മളുടെയൊക്കെ സന്തോഷത്തിൻ്റെ അവസരങ്ങളിൽ, നമ്മുടെ ഓണം സെലിബ്രേഷൻസ്, വിവാഹങ്ങൾ തുടങ്ങിയ നമ്മുടെ സെലിബ്രേഷൻസിൻ്റെ ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു പൂവാണല്ലോ ഈ ജാസ്മിൻ, മുല്ലപ്പൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു നൊസ്റ്റാളജി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് വളരെ വലുതാണ്. ഈവൻ ഒരു റൂം ഫ്രഷ്നറിന് പോലും തരാൻ പറ്റാത്തൊരു സുഖം ഇത്തരം സ്മെല്ലുകൾ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഇത്തരം പിന്നെ ഇതിനോട് കൂടി തന്നെ ചേർത്ത് പറയാവുന്നൊരു കാര്യമാണ് ഒരു സ്പേസിൻ്റെ നാച്ചുറലായ ഒരു അവസ്ഥ. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ആ സ്പേസിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ആയിരിക്കാം. മേ ബി ഒരു പാടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നദിയായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒരു കടലിലേക്കുള്ളൊരു വ്യൂ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ക്ലിഫായിരിക്കാം, ഒരു വളരെ വലിയൊരു വ്യൂ പോയിന്റ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില എലമെൻറ്റ്സ്, അപ്പോൾ അതിലേക്കുള്ള കാഴ്ച തുടങ്ങിയവയൊക്കെ ഇത്തരം ഡിസൈനിൽ ഡയറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് പറയേണ്ടത് നമ്മുടെ കളേഴ്സ് പാറ്റേണുകളാണ്. അതായത് മേ ബി നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സ് അല്ലെ മെറ്റീരിയൽസ്, അതായത് ഇപ്പം കരിങ്കല്ല് എന്ന് പറയുന്ന ഒരു ഫിനിഷ്, അതല്ലെങ്കിൽ ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കല്ല് അല്ലെങ്കിൽ ചുടുകട്ടയ്ക്ക് നമ്മൾ പണിത് എക്സ്പോസ്ഡ് ആയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഫിനിഷ്, ഇനി അതല്ലെങ്കിൽ റാംഡർത്ത് പോലത്തെ മണ്ണ് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത വാള്. അപ്പോൾ ഇത്രയും എർത്തി ആയിട്ടുള്ള ഫീലിങ്സ് കിട്ടുന്ന മെറ്റീരിയലുകൾ കൊണ്ടൊരു കാര്യം ചെയ്യുക, അല്ലെ അതിലെ സ്പർശിക്കുമ്പോൾ അല്ലെ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾക്ക് ചിലപ്പം നാച്ചുറൽ ആയിട്ടുള്ള കളറുകളിലേക്കുള്ളൊരു സാമ്യം, ഇപ്പോൾ ഈ വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യാതെ കോഫി ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, അല്ലെ മഡിൻ്റെ കളറുള്ള ആ ഒരു കളർ ടോൺ വരുന്ന കളറുകൾ തുടങ്ങി നാച്ചുറൽ ആയിട്ടുള്ള കളറുകളും മെറ്റീരിയലുകളും, ഇപ്പം ഈവൻ നമ്മുടെ ക്ലോത്ത് മെറ്റീരിയലുകളൊക്കെ ആണെങ്കിലും ജൂട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഇത്തരം ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തടി, അതായത് നാച്ചുറൽ ആയിട്ടുള്ള വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വുഡിനൊക്കെ നമുക്കൊരു നേച്ചറിനോടുള്ളൊരു അടുപ്പം നമ്മൾ ഫീൽ ചെയ്യും. അതുപോലെ റോ ആയിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മുടെ ഇതിലേക്ക് കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതുപോലെ നാച്ചുറലായ ഷേപ്പുകൾ നമ്മുടെ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സർഫസിൽ നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ആർച്ച് ഷേപ്പ്, കേർവ്ഡ് ഷേപ്പ്, ഇത്തരം ഷേപ്പുകൾ നമ്മളെ ഡിസൈനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നാച്ചുറലായിട്ടൊരു കാര്യങ്ങളൊക്കെ ആകുന്ന നേച്ചറിൻ്റെതായ ചില ഷേപ്പുകളുണ്ട്. അപ്പോൾ അത്തരം ഷേപ്പുകൾ നമ്മൾ ഓരോ ഡിസൈനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മനുഷ്യനെ എത്രത്തോളം നേച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും തുടങ്ങിയതായ കാര്യങ്ങൾ. അതായത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ മനുഷ്യനെ സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. അത് ചില വാട്ടർ ഫൗണ്ടൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്രിംഗ്ലറിൽ കൂടെ വരുന്ന ചിലപ്പോൾ ചെറിയ വെള്ളം, മിസ്റ്റ് പോലത്തെ കാര്യങ്ങളായിരിക്കും. അപ്പം മനുഷ്യനെ ഇത് ടച്ച് ചെയ്യുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ഡിസൈനിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ജീവജാലങ്ങളെയൊക്കെ നമ്മുടെ ഡിസൈനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതായത് ഇപ്പം മേ ബി പക്ഷികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൊയ്പോണ്ട് പോലത്തെ നടത്തുന്ന മീനുകളായിരിക്കാം. അപ്പം ഇതിനൊക്കെ ഫീഡ് ചെയ്യുക, അല്ലെ ഇതിനെ കാണുക, കുറച്ച് നേരം ഇതിനെ ഇത്തരം ജീവികളെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളർന്നൊരു നായക്കുട്ടി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പൂച്ചയായിരിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തരുന്ന ഒരു ചെറിയ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മനഃപൂർവ്വം തന്നെ നമ്മുടെ ഡിസൈനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതായത് ഈ അക്വേറിയങ്ങൾ ഒക്കെ ഈ ഡിസൈനിലേക്ക് കയറി വരുന്നത് ഇത്തരം ഒരു ഫീലിങ്സ് മനുഷ്യന് കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നേച്ചറിനെ നമ്മുടെ ഡിസൈനിലേക്ക് എത്രത്തോളം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഡിസൈനിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, നേച്ചറിനെ പരമാവധി നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയവയൊക്കെയാണ് ഇത്തരം ഡിസൈനിൽ ശ്രദ്ധിക്കുന്നതായ കാര്യങ്ങൾ.
ഇത്തരം ഡിസൈനുകളുടെ ഒരു ബെനഫിറ്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഒരു മനുഷ്യൻ്റെ ഫിസിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള വെൽ ബീയിങ്ങിന് ഈ ഡിസൈൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ആൻസൈറ്റി, സ്ട്രെസ്സ് തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അവനെ കൂടുതൽ കാമാക്കാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ബ്ലഡ് പ്രഷർ അല്ലെ ഹേർട്ട് ബീറ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് ഇത്തരം ബയോഫിലിക് ഡിസൈനുകൾ അല്ലെ നേച്ചറുമായിട്ടുള്ള ഒരാളുടെ കോണ്ടാക്റ്റ് വളരെയധികം സഹായിക്കുമെന്നുള്ളത് നാച്ചുറലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ബയോഫിലിക് ഡിസൈൻസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന കോർപ്പറേറ്റ് വേൾഡുകളിലാണ്. അതായത് ആമസോൺ, ഗൂഗിളൊക്കെ പോലത്തെ വളരെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ഓഫീസുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം ബയോഫിലിക് ഡിസൈനുകൾ കൂടുതലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാരുടെ ആ ഒരു ഹാപ്പിനെസ് കൂട്ടാൻ, അവരുടെ ജോബ് എൻവയോൺമെൻറ്റിനെ കൂടുതൽ സ്ട്രെസ് റിലീവിങ് ആയിട്ട് അവർക്ക് ഏറ്റവും എൻജോയബിൾ ആയിട്ട് ഈ ജോബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഇത്തരം ഡിസൈനുകൾ ചെയ്യുന്നത് വഴിയായിട്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിലും ഇത്തരം കാര്യങ്ങൾ കോർപ്പറേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സ്ട്രെസ്സ് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കാലത്തെ സംബന്ധിക്കുന്ന നമ്മൾ ഈ വളരെയധികം ജോലി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന സ്പേസിൽ നമ്മളുടെ സ്ട്രെസ്സ് കുറയാൻ നമ്മൾ നേച്ചറുമായിട്ട് കണക്റ്റ് ആവുന്ന സ്പേസുകൾ വളരെ കുറവാണ് ഇന്നത്തെ ലോകത്ത്. കാരണം നമ്മൾ കാറിൽ പോകുന്നു, അതുപോലെ നമ്മളൊരു ഓഫീസിൽ AC റൂമിൽ ഇരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ കോണ്ടാക്റ്റ് വളരെയധികം കുറയും. അപ്പോൾ ഇത് ഹ്യൂമൻ്റെ ഫിസിക്കലും സൈക്കോളജിക്കലുമായിട്ടുള്ള നമ്മളുടെ വെൽബീയിങ്ങിനെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈനിൻ്റെ സമയത്ത് തന്നെ ഇത്തരം ഡിസൈൻ സ്റ്റൈലുകൾ ഫോളോ ചെയ്യുന്നത് വഴി വളരെയധികം സഹായകരമാണ്. ഇത്തരം ഡിസൈനുകൾ പുതിയ കാലത്തിനെ സംബന്ധിക്കുന്ന ഒരു ആവശ്യകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകൾ ചെയ്യുന്ന സമയത്ത് ഈ ബയോഫിലിക് ഡിസൈനിൻ്റെ ഒരു കോൺസെപ്റ്റുകൾ നിങ്ങളുടെ ഡിസൈനിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള വളരെയധികം ചാൻസുകളുണ്ട്. അതായത് നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ആയിരിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ മാറും. അതായത് നമ്മളൊരു പൂരപ്പറമ്പിൽ നിൽക്കുമ്പോഴുള്ള ഒരു വികാരമല്ല നമുക്കൊരിക്കലും ഒരു കടൽ തീരത്ത് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു വികാരമല്ല നമ്മൾ മൂന്നാറിലൊരു നല്ല മഞ്ഞുള്ള ഒരു പുൽ മൈതാനത്തിൽ നമ്മളതിൻ്റെ മേളിലൊരു പാവിരിച്ചിരിക്കുമ്പോൾ. അപ്പം നമുക്ക് നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ അറ്റ്മോസ്ഫിയർ നമ്മളുള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫീലിങ്സും ചില വികാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനെ കൃത്യമായിട്ട് നമ്മുടെ ഡിസൈനിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ബയോഫിലിക് ഡിസൈൻ്റെ ഉദ്ദേശം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.